അപ്പോൾ ഈ റജബ് മാസത്തിലെ നമ്മളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യണം. എത്ര നോമ്പ് നഷ്ടപ്പെട്ടു പോയ നോമ്പ് നിസ്കാരങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ഖളാ വീട്ട് തന്നെ വേണം. പ്രത്യേകിച്ച് നിസ്കാരങ്ങൾ ഖളാ വീട്ട് തന്നെ വേണം. എനിക്ക് കണക്കറിയില്ല എന്നൊന്നും റബ്ബിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു കോംപ്രമൈസ് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനിയുള്ള മാസം അങ്ങനെ ഉപയോഗപ്പെടുത്താം. റജബും ഷഅബാനും ളുഹർ നിസ്കരിക്കാൻ വരുമ്പോൾ ളുഹറിൻ്റെ മുമ്പ് ഒരു ളുഹർ നിസ്കരിക്കുക, ളുഹറിൻ്റെ ശേഷം ഒരു ളുഹറും കൂടി നിസ്കരിക്കുക. അപ്പോൾ 2 ളുഹർ ഖളാ വിടി. അസ്റും മഗ്രിബും ഇശാക്ക് അങ്ങനെ ചെയ്യാം. ഖളാ വീട്ടാണ്ട് ഖളാ വീട്ടുക, എന്നിട്ട് സുന്നത്ത് നിസ്കരിച്ചാൽ മതി. ഖളാ വീട്ടാലുണ്ടെങ്കിൽ പിന്നെ അവിടെ സുന്നത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ട, ഖളാ വീട്ടലിനാണ്. അങ്ങനെ റജബും ഷഅബാനും എല്ലാ നിസ്കാരത്തിനും ഒരു 5-10 മിനിറ്റ് കൂടുതൽ കണ്ടെത്തുകയാണെങ്കിൽ റജബും ഷഅബാനും തീരുമ്പോൾ ധാരാളം നിസ്കാരങ്ങൾ എന്തായി പോകും, ഖളാ വീട്ടി കിട്ടും. നമ്മൾ ചെയ്യാം. റജബ് ഷഅബാനിൽ പൊതുവെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിസ്കാരം ഖളാ. അപ്പോൾ വലിയ ഭാരമില്ലാതെ അങ്ങനെ എന്ത് ചെയ്യാം, നിസ്കാരങ്ങൾ ഇങ്ങനെ ഖളാ വിട്ടാം. ഞാനൊരു മനുഷ്യനെ കട്ട് ചെയ്തു, 5 വർഷമായിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യാണ്, നിസ്കാരം ഖളാ വിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാ ളുഹറിന്റെ മുമ്പ് ശേഷമുള്ള ഒരു ളുഹർ നിസ്കരിക്കും, അസ്റിന്റെ മുമ്പ് ശേഷമുള്ള ളുഹർ. 5 വർഷമായിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട്. 5 വർഷം നിസ്കരിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അവന് അറിയില്ല. ഉണ്ടെങ്കിലോ ഇനി എങ്ങാനുണ്ടെങ്കിൽ റബ്ബിന് വേണ്ടി കുടുങ്ങിപ്പോകില്ലേ, അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് 5 വർഷമായി പറഞ്ഞു. അപ്പൊ നമ്മളത് മനസ്സിലാക്കിയിട്ട് നിസ്കാരങ്ങൾ ഖളാ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ വേണം. ഹബീബിങ്ങളെ, നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വീട്ടിൽ തന്നെ വേണം. അത് വീട്ടിയിട്ട് മതി നമ്മുടെ ബാക്കിയുള്ള സുന്നത്തുകളും മറ്റു കർമ്മങ്ങളിലും ഒക്കെ കിടക്കല്. അപ്പൊ റജബും ഷഅബാനും നമുക്ക് ഇങ്ങനെ ഉപയോഗപ്പെടുത്താം. നിസ്കാരങ്ങൾ ഇങ്ങനെ ഖളാ വീട്ടാം. റജബിൽ തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പ് അനുഷ്ഠിക്കുക. ഖളാ ഉണ്ടെങ്കിൽ ആ നോമ്പെടുക്കുന്ന സമയത്ത് റമളാൻ മാസത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നോമ്പിനെ ഖളാ വീട്ടുന്നു എന്ന് നിയത്ത് വെക്കുക. തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ചയിലെ പ്രത്യേക സുന്നത്തായ നോമ്പിനെ നിയത്ത് വെക്കുക. വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ചയിലെ പ്രത്യേക നോമ്പിനെ സുന്നത്ത് വെക്കുക. അങ്ങനെ വെച്ചാൽ 2 ഗുണം. 2